ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1 കിലോ ക്യാരറ്റ് ഞാൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ക്യാരറ്റ് ഹൽവ. അപ്പോൾ നമുക്കിതിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് മുഴുവനും ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഏറ്റവും ചെറിയത് തന്നെ വളരെ നൈസായിട്ട് തന്നെ ചെയ്യണം. കാരണം വലിയ ഹോളുള്ള ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇച്ചിരി വലുതായിട്ട് നമുക്ക് കടിച്ചു കിടക്കും. അതുകൊണ്ട് ഏറ്റവും ചെറുതിൽ തന്നെ നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവൻ ഇട്ട് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ നമുക്കിനി ഇത് ഇളക്കി അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. വേണമെങ്കിൽ മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. നല്ലതുപോലെ ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. അതൊരു 15 മിനിറ്റെങ്കിലും നമുക്കത് ഇത് വെള്ളം വറ്റാനായിട്ട് നമ്മൾ പതിയെ മീഡിയം ഫ്ലെയിമിലിട്ട് 10-15 മിനിറ്റ് നമ്മളത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ അടിക്ക് പിടിക്കാതെ നോക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും അടിക്ക് പിടിക്കില്ല. എന്നാലും നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് പഞ്ചസാര ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മധുരം കിട്ടും. ഇനി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് പതിയൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ പാലും പഞ്ചസാരയും കൂടെ അത് കംപ്ലീറ്റ് ഇതിലേക്ക് നല്ലതുപോലെ പിടിച്ച് വറ്റി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അത് കംപ്ലീറ്റ് വെള്ളം മുഴുവൻ അങ്ങ് വറ്റി വരുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളം വറ്റി വരുന്ന വരെ നമ്മൾ കംപ്ലീറ്റ് അത് വരണ്ടിരിക്കണം. നല്ലതുപോലെ വരണ്ട് വരണം. ഇതിലേക്ക് വീണ്ടും ഞാൻ 2 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ പഞ്ചസാര കംപ്ലീറ്റ് അങ്ങ് മെൽറ്റ് ആവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ടേസ്റ്റാണ് അതിന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതിന് ആവശ്യത്തിന് ഉണ്ടായാൽ മാത്രം മതി. അവസാനം പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റ് ആവാണ്ട് ഒന്ന് കടിക്കുന്ന പോലെ തോന്നും.
ഇനി ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത നട്ട്സാണ്. നമുക്ക് വേണമെങ്കിൽ നെയ്യിലോ ബട്ടറിലോ എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിസ്മിസൊക്കെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിടാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് നല്ലതുപോലെ വരണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് തീരും. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം.